പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ ഡീൽ ആരോപണത്തിൽ തിളച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കേരളത്തിൽ സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ ഡീലുണ്ടെന്ന ആരോപണം വി.ഡി. സതീശൻ ഇന്നും ആവർത്തിച്ചു. മഞ്ചേശ്വരം, കോന്നി, റാന്നി തുടങ്ങിയ 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പിണറായി വിജയൻ മുൻപ് RSS വോട്ട് വാങ്ങി വിജയിച്ച ചരിത്രമുള്ളയാളാണെന്നും ഔദ്യോഗിക വാഹനം ഒഴിവാക്കി RSS നേതാക്കളുമായി ചർച്ചയ്ക്ക് പോയ ആളാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. വി.ഡി. സതീശന്റെ സിപിഐഎം ബിജെപി ഡീൽ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം നേതാക്കളും രംഗത്തെത്തി. കോലിബി സഖ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയും സംഘവും ബിജെപിയുടെ ബി ടീമാണെന്നും ആരോപിച്ചു. അതേസമയം സംസ്ഥാനത്ത് കോൺഗ്രസ് സിപിഐഎം ഡീലാണ് നടക്കുന്നതെന്നാണ് ബിജെപിയുടെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വി.ഡി. സതീശൻ കൊളുത്തിയ ഡീൽ വിവാദം വരും ദിവസങ്ങളിലും ആളിക്കത്തുമോ? കാണാം RDX. കേരളത്തിൽ സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മഞ്ചേശ്വരം, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും ഏകദേശം 10ഓളം മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. 1977-ൽ RSS വോട്ട് നേടി ജയിച്ചയാളാണ് മുഖ്യമന്ത്രിയെന്നും ആ ചരിത്രം തങ്ങൾക്ക് പറയേണ്ടി വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഡീൽ ആരോപണത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കോൺഗ്രസ് ബിജെപി ലീഗ് സഖ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. RSSനും ബിജെപിക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് സിപിഐഎം ആണ്. നേമത്ത് ബിജെപി അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് ഓർക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിനെതിരെ ബിജെപി നേതാക്കളും രംഗത്തെത്തി. പാലക്കാട് സിപിഐഎമ്മും കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ബിജെപിക്കൊപ്പം ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചാണ് സൈബറിടത്തിൽ വി.ഡി. സതീശന്റെ ഡീൽ ആരോപണം സിപിഐഎം അണികൾ പ്രതിരോധിക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇനി ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ കാണാം. RSSനും ബിജെപിക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് സിപിഐഎം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസും UDFും എല്ലാ കാലത്തും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. കോലിബി സഖ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്നും പിണറായി വിജയന്റെ ഒളിയമ്പ്. RSSനെതിരെ ബിജെപിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്. കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ കോലിബി സഖ്യം. എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്. UDF ബിജെപി സഖ്യത്തെ തോൽപ്പിക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞെന്നായിരുന്നു സിപിഐഎം നേതാവ് തോമസ് ഐസക്കിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് കൂടി. അവിടെ കോൺഗ്രസിനെ ഒന്നും വിജയിപ്പിക്കാനുള്ള അച്ചാരമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ, തോൽപ്പിക്കാനാണ്. UDFിൽ നിന്ന് വോട്ട് മാറുമ്പോൾ 2ാം സ്ഥാനത്തുള്ള LDFിലേക്ക് വരാമെന്ന്. LDF ജയിക്കാൻ പോണത്. അവിടെ തോൽവിയുടെ സമ്മതമാണ് ഈ ഡീൽ വാദം. എന്നാൽ ഡീൽ കോൺഗ്രസും സിപിഐഎമ്മും തമ്മിലാണെന്ന ആരോപണവുമായി ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്തെത്തി. KC വേണുഗോപാലും വി.ഡി. സതീശനും പാലക്കാട്ടെ കണക്ക് പരിശോധിക്കൂ എന്നതും പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയായി ഉയർന്നിട്ടുണ്ട്. ബിജെപിയെ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് ഒരു മതേതര മുന്നണി ഉണ്ടാക്കി അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കണമെന്ന് പറയണ്ടേ. അപ്പോൾ ഇത്തരത്തിൽ ഡീലിന് വേണ്ടിയിട്ട് ഇവിടെ പരസ്യമായി മുന്നോട്ട് വന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ കൂടുതൽ മണ്ഡലങ്ങളിൽ സിപിഐഎം ബിജെപി ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിലേക്ക് കൂടി. പത്തനംതിട്ട ജില്ലയിൽ കോന്നി ശ്രീ K. സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് K. സുരേന്ദ്രൻ പിടിച്ച സീറ്റിൽ ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. അപ്പം പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ?
ഇത്തവണ ഇനി പാലക്കാട് ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം നമുക്ക്. പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി, NMR അബ്ദുൾ റസാഖ് LDF സ്വതന്ത്രനായി മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ NDAക്കായി മത്സരിക്കുന്നു. ഇനി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില നമുക്കൊന്ന് പരിശോധിക്കാം. പാലക്കാട് 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി എന്നുള്ളത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കോൺഗ്രസിനായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് 58,389 വോട്ടുകളാണ് നേടിയത്. C കൃഷ്ണകുമാറായിരുന്നു BJPയുടെ രണ്ടാം സ്ഥാനത്തായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അവിടെ നിന്ന് 39,549 വോട്ടുകളാണ് സമാഹരിക്കാനായത്. P സരിനായിരുന്നു LDF സ്വതന്ത്രനായി മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് അവിടെ നിന്ന് 37,293 വോട്ടുകളാണ് നേടാനായത്. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇനി നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഷാഫി പറമ്പിലായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 54,079 വോട്ടുകളാണ് നേടാനായത്. ശ്രീധരനായിരുന്നു BJPക്കായി അവിടെ മത്സരിച്ചിരുന്നത്. അദ്ദേഹം 50,220 വോട്ടുകൾ അവിടെ നിന്നും സമാഹരിക്കുകയുണ്ടായി. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. CPMനായി CP പ്രമോദായിരുന്നു മത്സരിച്ചിരുന്നത്. 36,433 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്നും നേടിയത്. ഭൂരിപക്ഷം 3,859. ഷാഫിയുടെ ഭൂരിപക്ഷം 3,859. ഇനി പാലക്കാട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് മണ്ഡലം വരുന്നത്. നമുക്കറിയാം, VK ശ്രീകണ്ഠനായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പാലക്കാട് നിന്നും 52,779 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. C കൃഷ്ണകുമാറായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 40,072 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. A വിജയരാഘവനായിരുന്നു LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 34,640 വോട്ടുകൾ, 9,707 വോട്ടിന്റെ ലീഡ് ഇവിടെ നിന്നും UDFന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഈ ഡീൽ ആരോപണങ്ങൾ ആരോപിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. തൃശൂരിൽ ഇത്തവണ മത്സരിക്കുന്നത് UDFനായി രാജൻ J. പല്ലൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ LDFനായി മത്സരിക്കുന്നു. പത്മജ വേണുഗോപാൽ NDAക്കായി മത്സരിക്കുന്നു. തൃശൂർ നിയോജക മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ P. ബാലചന്ദ്രനായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ മാറ്റിയാണ് ഇത്തവണ അവിടെ ആലങ്കോട് ലീലാകൃഷ്ണൻ മത്സരിക്കുന്നത്. P. ബാലചന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥി. 44,263 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരുന്നത്. പത്മജ വേണുഗോപാൽ അന്ന് കോൺഗ്രസിനായി മത്സരിച്ചു. ഇത്തവണ അവർ NDAക്കായാണ് ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. അപ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ നിന്നും 43,317 വോട്ടുകളാണ് നേടിയത്. മറ്റൊന്ന് സുരേഷ് ഗോപി, അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. അദ്ദേഹം 40,457 വോട്ടുകളാണ് നേടിയത്. 946 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് P. ബാലചന്ദ്രൻ അവിടെ നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി തൃശൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് ഇത് വരുന്നത്. നമുക്കറിയാം, ആദ്യ MP സുരേഷ് ഗോപി 55,057 വോട്ടുകൾ അദ്ദേഹം അവിടെ നിന്ന് സമാഹരിച്ചിരുന്നു. K. മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്. 40,990 വോട്ടുകൾ അദ്ദേഹം അവിടെ നിന്നും നേടി. VS സുനിൽകുമാർ LDFന്റെ സ്ഥാനാർത്ഥി, CPIന്റെ സമുന്നത നേതാവ് തന്നെയാണ് അദ്ദേഹം. 34,253 വോട്ടുകളാണ് നേടിയത്. 14,117 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപി അത്രയധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും വിജയിച്ചു കയറിയത്. ഇനി മറ്റൊരു ഡീലാരോപണം പറയുന്ന കോന്നി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കിയാൽ KU ജനീഷ് കുമാർ LDFനായി മത്സരിക്കുമ്പോൾ സതീഷ് കൊച്ചുപറമ്പിൽ UDFനായി മത്സരിക്കുന്നു. TP സുന്ദരേശൻ NDA സ്ഥാനാർത്ഥിയാണ്. കോന്നിയിലെ വോട്ട് നില പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ KE ജനീഷ് കുമാറാണ് CPIനായി നിലവിലത്തെ സിറ്റിംഗ് MLA. CPM സ്ഥാനാർത്ഥി 62,318 വോട്ടുകളാണ് നേടിയത്. റോബിൻ പീറ്റർ ആയിരുന്നു കോൺഗ്രസിനായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 53,810 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. K. സുരേന്ദ്രനാണ് BJPക്കായി മത്സരിച്ചിരുന്നത്. ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. 32,811 വോട്ടുകൾ അദ്ദേഹവും നേടി. ഭൂരിപക്ഷം 8,508 വോട്ടുകൾ. 2019 9,953 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ജനീഷ് കുമാർ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2019 ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത് ആന്റണി ആയിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് കോന്നിയിൽ നിന്ന് 47,488 വോട്ടുകൾ നേടിയിരുന്നു. TM തോമസ് ഐസക് ആയിരുന്നു LDFനായി മത്സരിച്ചത്. അദ്ദേഹം 44,909 വോട്ടുകൾ നേടിയിരുന്നു. അനിൽ ആന്റണി ആയിരുന്നു BJPക്കായി മത്സരിച്ചത്. 34,619 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. ഭൂരിപക്ഷം 2,579 വോട്ടുകളുടെ ഭൂരിപക്ഷം UDFന് ഇവിടെ നിന്നും ഉണ്ടായിരുന്നു, കോന്നി മണ്ഡലത്തിൽ നിന്ന്. ഇനി റാന്നിയിലേക്ക് നമ്മൾക്ക് പോയാൽ അവിടുത്തെ വോട്ട് നില പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായണൻ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം LDF സ്ഥാനാർത്ഥി, 52,669 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. റിങ്കു ചെറിയാൻ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 51,384 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. കെ പത്മകുമാർ BJPക്കായി മത്സരിച്ചിരുന്നത് 19,587 വോട്ടുകളും അവിടെ നിന്ന് നേടി. ഭൂരിപക്ഷം 1,285. രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് ഈ മണ്ഡലത്തിൽ എന്നുകൂടി ഓർക്കുമല്ലോ. ഇനി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് റാന്നി നോക്കുകയാണെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആന്റോ ആന്റണി മത്സരിച്ചു. 46,594 വോട്ടുകൾ UDFന്റെ. LDFനായി തോമസ് ഐസക് റാന്നിയിൽ നിന്ന് നേടിയിരിക്കുന്നത് 36,997 വോട്ടുകളാണ്. അനിൽ ആന്റണി BJPക്കായി, NDAക്കായി 30,758 വോട്ടുകൾ നേടിയിരിക്കുന്നു. ഭൂരിപക്ഷം 9,597 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDFന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമല്ലോ. മറ്റൊന്ന് മഞ്ചേശ്വരത്താണ് പോകുന്നത്. മഞ്ചേശ്വരത്ത് AK മഷ്റഫ് IOML ലീഗിന്റെ സ്ഥാനാർത്ഥി 65,758 വോട്ടുകൾ അദ്ദേഹം നേടി. കെ സുരേന്ദ്രൻ മത്സരിച്ചു. 65,013 വോട്ടുകൾ. VV രമേശനായിരുന്നു CPM സ്ഥാനാർത്ഥി. അദ്ദേഹം 40,639 വോട്ടുകൾ അവിടെ നിന്ന് നേടി. ഭൂരിപക്ഷം 745. വെറും 745 ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്നും ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു കയറിയിരിക്കുന്നത്. ഇനി മഞ്ചേശ്വരം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു മത്സരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 74,437 വോട്ടുകൾ അദ്ദേഹം ഇവിടെ നിന്ന് നേടിയിട്ടുണ്ട്. ML അശ്വിനി BJPക്കായി മത്സരിച്ചു. അവർ അവിടെ നിന്നും 57,179 വോട്ടുകൾ നേടി. MV ബാലകൃഷ്ണനായിരുന്നു LDF സ്ഥാനാർത്ഥി. CPMന്റെ കാൻഡിഡേറ്റ് 30,156 വോട്ടുകളും അവിടെ നിന്നും നേടിയിട്ടുണ്ട്. കാസർഗോഡ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ NA നെല്ലിക്കുന്നായിരുന്നു അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി. 63,296 വോട്ടുകളാണ് നെല്ലിക്കുന്ന് അവിടെ നിന്ന് നേടിയത്. K ശ്രീകാന്ത് ആയിരുന്നു BJPക്കായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 50,395 വോട്ടുകൾ നേടിയിരുന്നു. MA ലത്തീഫ് INL സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. 28,323 വോട്ടുകൾ നേടി അദ്ദേഹം മൂന്നാമതുമായിട്ടാണ് ഫിനിഷ് ചെയ്തിരുന്നത്. ഭൂരിപക്ഷം 12,901 വോട്ടുകൾ. ഓക്കെ, അടുത്തത് കാസർഗോഡ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് നേടിയത് 73,407 വോട്ടുകളായിരുന്നു. ML അശ്വിനി നേടിയത് 47,032 വോട്ടുകളായിരുന്നു. MV ബാലകൃഷ്ണൻ 26,162 വോട്ടുകൾ മാത്രമേ നേടിയിരുന്നുള്ളൂ എന്നുള്ളതും കൂടെ ഓർക്കാം. ഇതാണ് പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ. ഇനി നമ്മൾ ഇത്രയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ, കണക്കുകൾ ഡാറ്റ വെച്ചാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഡീൽ ഓർ നോ ഡീൽ? ഡീൽ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയിലാണോ CPIM? എൻ്റെ സംശയമാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ സാധ്യത പരിശോധിക്കുമ്പോൾ BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കാവുന്ന പരുവത്തിലാണോ CPIMൻ്റെ ഇവിടുത്തെ ഒരു വോട്ടുന്നില്ല? ഒരു കാരണവശാലും CPIMന് BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആത്യന്തികമായി CPIMൻ്റെ തകർച്ചയിലേ കലാശിക്കൂ. മാത്രമല്ല, അതൊരു വന്യമായ സങ്കല്പത്തിൽ പോലും എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കാരണം അങ്ങനെ ഒരു ഡീൽ, അതിനിപ്പോൾ അങ്ങനെ ഒരു ഡീൽ, പഴയ കോലിബീൽ സഖ്യത്തിൻ്റെ കഥയും ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും പുതിയ കാലത്ത് കോൺഗ്രസിനും കഴിയില്ല അങ്ങനെ ഒരു ഡീലിലേക്കൊന്നും പോകാനായിട്ട്. BJP ഇത് കേരളത്തിൽ, ഞാൻ പറയുന്നത് കേരളത്തിന് വെളിയിൽ ഇതൊക്കെ സാധ്യമാകുന്നുണ്ട് പലതരത്തിൽ. ഡീൽ അത് പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ളൊരു ഡീലിലേക്കല്ല പോകുന്നത്, വ്യക്തികൾ. അതായത് ആ ഘട്ടത്തിൽ ആ പാർട്ടിയെ ചിലയിടങ്ങളിൽ നയിക്കുന്ന ചില വ്യക്തികൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ആ നിലയ്ക്ക് മാറിയും മറിഞ്ഞുമൊക്കെ വരാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIMന് അല്ലെങ്കിൽ CPIക്ക് ഇടതു പാർട്ടികൾക്കൊന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കൂടിക്കിടക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഇങ്ങനെ ജാതിയും മതവും തിരിച്ച് പറയുന്ന കണക്കുകൾ ഒരു സുഖകരമാവില്ല കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ. പക്ഷേ ചിലപ്പോൾ അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. അതാണ് പ്രശ്നം. നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചില സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, ചില സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ടുകൂടിയാണ്. ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ്, 2021 തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്ത് പരിശോധിച്ചോളൂ. ഒരു പ്രത്യേകത ആ തെരഞ്ഞെടുപ്പുകൾക്കുണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് വൻതോതിലുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നത് കൊണ്ടൊന്നുമല്ല, പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ആരെ സഹായിക്കാൻ തീരുമാനിക്കുന്നു ആ സഹായിക്കുന്നിടത്തേക്ക് ഒരു 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 ചാഞ്ഞു നിൽക്കുന്ന രീതി, ഭരണം ആ വഴിക്ക് അല്ലെങ്കിൽ വിജയം ആ വഴിക്ക് പോകുന്ന ഒരു രീതി അത് കേരളത്തിലുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് കാരണം 54% പേരാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമെങ്കിൽ 45-46% പേര് അല്ലാതെ ന്യൂനപക്ഷ വിഭാഗക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഈ ഡെമോഗ്രഫി ഒരു തരത്തിൽ കേരളത്തിന് വലിയ ആശ്വാസം നൽകുന്ന സംഗതിയാണ്. ഇവിടുത്തെ മതനിരപേക്ഷതയെ ഈ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന സംഗതിയുമാണ്. ഇത് ലോകത്ത് എവിടെ എടുത്തു നോക്കിയാലും ഇങ്ങനെ പല രാജ്യങ്ങളെയും നമുക്ക് കാണാനുമുണ്ട് ഉദാഹരിക്കാൻ. കാരണം
അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടുള്ള ചില ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യം എടുത്താലും ഇത് തന്നെയാണ്. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലത്തെ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തുടർച്ചയായി കോൺഗ്രസിന് അനുകൂലമായ, UDF അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? അത് BJP കേന്ദ്രത്തിൽ അല്ലെങ്കിൽ BJPയെ ദുർബലപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു സമീപനം സ്വീകരിക്കാനും അവിടെ പ്രതിപക്ഷത്തെങ്കിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്തിലേക്ക് കരുത്തുറ്റ ഒരു ടീമിനെ അവിടേക്ക് എത്തിക്കണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് അവിടെ നേർക്ക് നേർ BJPയുമായി ഏറ്റുമുട്ടുന്നത് അവിടെ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് മത്സരിക്കുന്നു. അവരിവിടുത്തെ ഭാഗമാകുന്നു. കേരളത്തിലെ അതായത് കേന്ദ്രത്തിലെ പ്രതിപക്ഷം എന്നത് കേരളത്തിൽ നിന്ന് നയിക്കുന്നതാണ് എന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു. ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ഒരു പിന്തുണയുണ്ട്. ഇനി 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. സമസ്തയിലടക്കം ഒരു വിഭാഗം LDFനെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രി ജിഫ്രി തങ്ങളുമായി വരെ നേരിട്ട് ബന്ധമുള്ള, ഹോട്ട്ലൈൻ ബന്ധമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ നിലയ്ക്ക് ലീഗിൻ്റെ ഇടനില ഇല്ലാത്ത കാര്യങ്ങൾ സാധിക്കുന്ന തരത്തിലേക്ക് സമസ്ത മാറിയിരിക്കുന്നു. AP ആണെങ്കിൽ നേരത്തെ തന്നെ ആ നിലയ്ക്ക് ഇടതുമുന്നണിയുമായി സഹകരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. സഭാ നേതൃത്വം ഇപ്പം കേരള കോൺഗ്രസിനെയാണല്ലോ സഭയുമായി ചേർത്ത് വെച്ച് പറയുക. അപ്പോൾ കത്തോലിക്ക സഭാ നേതൃത്വം ആ നിലയ്ക്ക് ചില അനുകൂല സമീപനം ചില ഘട്ടങ്ങളിൽ സഭാ നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിലും ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ആ നിലയ്ക്ക് ഇടതുമുന്നണിയിലേക്ക് എത്തുന്നു. അങ്ങനെ അത് ആ വിജയം നിയമസഭയിലേക്കുള്ള വിജയത്തെ ആ നിലയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുമുന്നണിക്ക് കഴിയുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു വിലയിരുത്തൽ. ഈ ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് ഒന്ന് സാഹചര്യം മാറുന്നത്. എന്താണ് ഇതിങ്ങനെ മാറിയും മറിഞ്ഞും നിൽക്കുമെന്നുള്ള തോന്നലിൽ നിന്ന് മാറി ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിജയ കാരണം എന്നുള്ള വിലയിരുത്തലിലേക്ക് UDF എത്തി. അപ്പോൾ ഇനി എന്താണ് ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്നുള്ള വിലയിരുത്തൽ, അതായത് ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളെ പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലെയൊക്കെ അതൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതിന് വേണ്ട ഒരു പ്രചാരണ തന്ത്രമൊക്കെ നേരത്തെ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു പ്രചാരണ രീതിയുണ്ടല്ലോ. അതായത് CPMനെ എപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധ വിഭാഗമാണെന്നുള്ള മട്ടിൽ, അതായത് ഇപ്പോൾ 2016 2021 പരസ്പരം സഹകരിച്ച അല്ലെങ്കിൽ സഹായിച്ച ഒരു വിഭാഗമാണ് എന്നുള്ളത് നിലനിൽക്കെ തന്നെ CPIM എന്തോ മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള പ്രചാരണത്തെ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമാക്കി ആയിട്ടൊക്കെയുള്ള CPIMൻ്റെ സഹകരണത്തെ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ആ ആരോപണത്തിലേക്ക് അവർക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും. അത് സ്ഥാപിക്കാൻ കഴിയുന്ന സംഗതികൾ ഇപ്പുറത്തും സംഭവിച്ചു. അതിന് കാരണം എന്താ? CPIM ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സംഘടനാ ശരീരത്തെയും അതിൻ്റെ വോട്ട് ബേസിനെയും ഒക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള വേറൊരു എക്സർസൈസ് സമാന്തരമായി നടത്തേണ്ട അവസ്ഥയിലായിരുന്നു. കാരണം കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം ഒരു 10-25 വർഷമായിട്ട് ശ്രദ്ധിക്കാതെ കിടന്ന ചില മേഖലകളുണ്ടല്ലോ. ഈ വോട്ട് ബേസ് എന്താണ്, അവരുടെ സാമുദായിക അസ്തിത്വം എന്താണ്, ഇന്നൊന്നും നോക്കാതിരുന്നത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് അവസാന ഘട്ടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ കടത്തി പറയുമ്പോഴും ഈ കേരള തൗകാടിയ എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിച്ചിരുത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് ആ വോട്ട് ബേസിലെ ചോർച്ചയാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എന്താണ്, ന്യൂനപക്ഷ വോട്ടും പോയി. അതായത് കയ്യിൽ ഈ പിന്തുണച്ചിരുന്ന എല്ലാ വിഭാഗവും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അകലുന്നോ എന്നുള്ള ആശങ്ക കൂടി ഉള്ളതുകൊണ്ടാണ് CPIM ഉറപ്പിച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് പോകുന്നത്. ഇപ്പോൾ മുസ്ലിം വിരുദ്ധമാണ് CPIMൻ്റെ നിലപാട് എന്നുള്ളതിനെ ഒരു പരിധിവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് കടുത്ത എക്സർസൈസിലൂടെ ഒരു പരിധിവരെ മറികടക്കാൻ CPIMന് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതീതി, ഒരു തോന്നൽ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ തോന്നൽ വരുന്നത് അതുവരെ വളരെ അലാമിംഗ് ആയിട്ടാണ് UDF കരുതുന്നത്. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി, എനിക്ക് തോന്നുന്നു ഈ കനകോലുമൊക്കെ ഉള്ളതുകൊണ്ട് ആ നിലയ്ക്ക് വളരെ ആസൂത്രിതമായി ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡീൽ നടക്കുന്നു. BJPയും CPMും തമ്മിലൊരു ഡീലുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നറയ്ക്കും. സ്വാഭാവികമായും അത്തരം ആ സിറ്റുവേഷൻ, ആ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ UDF ആലോചിക്കുന്നത് എന്നുള്ളതായിട്ട് സംശയമില്ല. കാരണം എന്താ, പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഇതേതെങ്കിലും യുക്തിക്ക് നിരക്കുന്ന മണ്ഡലങ്ങളാണോ പറയുന്നത്? അതാണ് എൻ്റെ പ്രശ്നം. അതായത് ഇപ്പോൾ നിയമമണ്ഡലത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ശരിയായ മറുപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിയമമണ്ഡലത്തിൽ അവിടെ BJP ജയിക്കുമ്പോൾ വോട്ട് പോയത് UDFൻ്റെ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പം മഞ്ചേശ്വരം, ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് എന്താണ് അവിടുത്തെ ഒരു സീൻ, അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? അവിടെ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്കാണ് 745 വോട്ടുകൾക്ക് 745 വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. ആ സമയത്ത് മുസ്ലിം ലീഗിന് 38%, BJPക്ക് 37%-ന് മേൽ, CPIM-ന് വെറും 23%. ഇതാണ് അവിടുത്തെ വോട്ട് നില. അങ്ങനെ വോട്ട് നില നിൽക്കുന്നിടത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPM വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല അവിടെ തയ്യാറായിട്ടുണ്ടോ BJP? അല്ലെങ്കിൽ BJP വിജയിപ്പിക്കാൻ വേണ്ടി CPM ഒരു ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? SDPI OIC-യുടെ ഒരു കളി കളിച്ചു. അതായത് SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി. ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ SDPI വോട്ടുകളൊക്കെ UDF-ന്റെ സ്ഥാനാർത്ഥിയെയാണ്, അല്ലെങ്കിൽ SDPIക്ക് വന്നു വീഴുന്ന വോട്ടുകൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെയാണ് വിജയിപ്പിക്കുക. അജ്ഞാതമായ കാരണങ്ങളാൽ SDPI അവിടെ ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. ആ SDPI പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോൾ 745 വോട്ടിൽ കൂടുതൽ അവിടെ മിക്കവാറും SDPI പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വോട്ടുകൾ അങ്ങനെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ BJPയുടെ വിജയം ഉണ്ടാകും. ആ വിജയത്തിന് എങ്ങനെയാണ് CPM ഉത്തരവാദിയാവുക? ഇത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ നിയമമണ്ഡലത്തിലടക്കം പല മണ്ഡലങ്ങളിലും മുൻകാലങ്ങളിൽ ഈ ക്രോസ് വോട്ടിംഗ് നടന്നിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ BJP വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CPM പോയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ വോട്ടർമാർ തന്നെ പ്രത്യേകിച്ചൊരു ആ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഈ പാലക്കാട് അടക്കം പല മണ്ഡലങ്ങളിലും BJP വിജയിക്കുന്നുണ്ടോ എന്നാൽ പിന്നെ CPM-ന് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരും കുറച്ച് പേര് പോയിട്ട് അപ്പുറത്ത് പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യും, UDF-ന് വോട്ട് ചെയ്യും എന്നുള്ളതൊരു പതിവ് രീതിയാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ആ മട്ടിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ നടത്താനും കഴിയില്ല. കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശരീരം അതിന് വഴങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പത്തിൽ അങ്ങനെ നടത്താൻ കഴിയുന്നതല്ല. കാരണം CPM-ഉം കോൺഗ്രസും മുജ്ജന്മ ശത്രുക്കളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതത്ര എളുപ്പത്തിൽ സാധ്യമായ കാര്യമില്ല. കേരളത്തിന് പുറത്ത് ഇവരെല്ലാം ഭായി ആണെങ്കിലും കേരളത്തിനുള്ളിൽ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല. അതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. അതിനപ്പുറത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നത് അസാധ്യമാണ് ഈ തരത്തിൽ BJP വിജയിപ്പിക്കുക. പിന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ VD ജയസിൻ്റെ ദുർബലനായ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പരിഹാസ്യമായ വാദമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം BDJS എന്ന് പറയുന്ന പാർട്ടി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ആ മുന്നണിയിലെത്തിയ പാർട്ടിയാണ്. അതിൻ്റെ രൂപീകരണം പോലും BJPയുടെ ആസൂത്രണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വന്ന പാർട്ടിയുടെ പിന്നീടുള്ള ഗതി എന്തായിരുന്നു? ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് എപ്പോഴെങ്കിലും വന്ന് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടോ? കൃത്യമായ ഒരു രാഷ്ട്രീയ വിഷയത്തിലൊരു നിലപാട് പറയുന്ന സാഹചര്യമുണ്ടോ? വിസിബിലിറ്റി അവർക്ക് ഈ BJPക്ക് പിന്നിൽ നിന്നിട്ട് അതിനൊരു വിസിബിലിറ്റി ഇല്ലാത്തൊരു പ്രസ്ഥാനവും സംവിധാനമായി മാറി. അവർക്ക് അതിൻ്റെ നേതാവിന് വേറെ പണിയുണ്ട്. പുള്ളി സമുദായമായിട്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇവിടെ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാതായി BDJS-ന്. അപ്പോൾ കിട്ടുന്ന ആരെയും ഒക്കെ നിർത്തുകയെ നിവൃത്തിയുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി BDJS-ന്റെ ആവശ്യമില്ല. കാരണം ആ വോട്ട് ബാങ്കിനെ പതുക്കെ മൈഗ്രേറ്റ് ചെയ്തതിലേക്ക് എടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കളയാൻ പറ്റത്തില്ല. BDJS-നെ പുറത്ത് കളയാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ ഇത് വേറൊരു തരത്തിൽ സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ള മട്ടിൽ വിലയിരുത്തും. അതുകൊണ്ട് BJPയുടെ എല്ലാ കാലത്തെയും പ്രശ്നം എന്തായിരുന്നു? ഇവിടെ കൊള്ളാവുന്ന ഒരു മുന്നണിയായിട്ട് അവർക്ക് രൂപീകരിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മുന്നണിയാവാനുള്ള സാധ്യതയാണ് അവർ തേടിയത്. ആ മുന്നണി അവർക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് 2020 പോലുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നത്. സാമുദായിക വിഭാഗങ്ങളെ അടുപ്പിച്ച് നിർത്താൻ ഇപ്പോൾ ധീവരസഭയെ അതുപോലെ വിശ്വകർമ്മ സഭയെ ഇവരെയൊക്കെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള സമാന്തരമായ പണി വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ആത്യന്തിക സ്വപ്നം എന്താ? അത് കേരള കോൺഗ്രസിലെ പാർട്ടികളെല്ലാം കൂടി ഈ മുന്നണിയിലേക്ക് വന്നു കഴിയുന്നതോടെ നമ്മൾ അധികാരത്തിൽ വരാൻ പ്രാപ്തരാകുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പതുക്കെ മാറണം. അവർ അടർത്തിയെടുക്കുന്നത് CPM-ന്റെ വോട്ട് ബേസിനെ തന്നെയാണ്. അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശ്രമത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണോ CPM എടുക്കുക? അതാണ് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റുമാനൂർ അങ്ങനെ ഒരു ആളെ കൊണ്ട് നിർത്താം. BDJS-ന് എന്തിനാണ് സീറ്റ് കൊടുക്കുന്നത്? അത് ഈഴവ കേന്ദ്രമാണ്, അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ BDJS-ന് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കും. അവർ ആവശ്യപ്പെടും, BDJS-ന് കൊടുക്കും. അത് അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. റാന്നി മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോന്നി മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ട് 21% വോട്ട് കിട്ടിയ എന്നുള്ളത് ചോദിച്ചാൽ അവിടെ ജനീഷ് കുമാറിന് ഇപ്പോൾ പ്രത്യേകിച്ച് അതായത് ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എങ്കിൽ ജനീഷ് കുമാറിൻ്റെ ഒരു ജനകീയതയെ അതിജീവിക്കാൻ തക്ക സാഹചര്യം തൽക്കാലം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മണ്ഡലങ്ങളെ നമ്മൾ ആ നിലയ്ക്ക് വിലയിരുത്തണം. പിന്നെ തുടർച്ചയായി 2 തവണ വിജയിച്ച മണ്ഡലങ്ങളെയൊക്കെ ആ നിലയ്ക്ക് ലളിതമായി ആരോപിക്കരുത്. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുക. തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താണ് മുമ്പുണ്ടായ ആരോപണം? അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ 2021 VS സുനിൽകുമാറിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ P ബാലചന്ദ്രനെ മത്സരിപ്പിച്ചപ്പോൾ ഇവിടെ പ്രാദേശികമായി തൃശ്ശൂരുണ്ടായിരുന്ന ചർച്ച അത് തന്നെയാണ്. ഇവിടെ കണ്ടോ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരാ BJP? സുരേഷ് ഗോപി, ഇപ്പുറത്ത് ബാലചന്ദ്രൻ. അത് സുരേഷ് ഗോപിയും ബാലചന്ദ്രനും അതായിരുന്നു അവസ്ഥ. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ കോൺഗ്രസിൻ്റെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്?
പത്മജ. അപ്പം ഭയങ്കര വലിയ വലിയ സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് നിൽക്കുന്നു. ഇവിടെ പാവപ്പെട്ട പി ബാലചന്ദ്രനെ ഏൽപ്പിച്ചിട്ട് അവിടെ തോപ്പിക്കാനുള്ള പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെയുള്ള ചർച്ച ആ സമയത്തും ഉണ്ടായി. ആരാ ജയിച്ചത്? അത് ബാലചന്ദ്രൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ മട്ടിലൊന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അവസാനമായി പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ ഇപ്പോൾ ഉയർന്ന വാദം അത് ആ സ്ഥാനാർത്ഥി തന്നെയാണ് അതിനെ ചേർത്തത്. അതിൽ റസാക്ക് തന്നെ അതിനെ ചേർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താ, ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ആരോപണം ഷാഫിയുടെ കാര്യത്തിൽ ബാധകമല്ലേ? ഷാഫിയുടെ കാര്യത്തിൽ ഇതേ ആരോപണം ബാധകമല്ലേ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ആരോപണത്തിൽ നിന്നും വലിയ കഴമ്പില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയത് അവിടെ ഇടതുമുന്നണിയാണ്, പാലക്കാട് മണ്ഡല അതിർത്തിയിൽ. അതുകൊണ്ട് അവിടെ ഇടതുമുന്നണി ആടിക്കൊരു ജയിച്ചോളണമെന്നില്ല. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. അത് ആ മത്സരത്തിൻ്റെ വഴിക്ക് അങ്ങ് വിടുക. നേമത്ത് സംഭവിക്കുന്നതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷെ അവിടെ സംഭവിച്ചേക്കാം. പിന്നെ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ എൻ കെ പ്രേമേന്ദ്രൻ്റെ കൂടെ. കാരണം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എൻ കെ പ്രേമേന്ദ്രൻ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടൊരു ചർച്ച സമാന്തരമായി ഇവർ സംഘടിപ്പിക്കും. അപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പുറത്തൊരു ചർച്ച സംഘടിപ്പിക്കാൻ പ്രേമേന്ദ്രൻ തന്നെ ഒന്ന് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. കുറച്ച് കടന്നുപോയി. എന്നാലും അതായത് ന്യൂനപക്ഷ വോട്ടുകൾ പോയേക്കാം എന്നുള്ളൊരു ഭീതി അത് UDF-നുണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്തണിയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരിചയമാണ് ഈ CPIM BJP ഡീൽ എന്നുള്ളത്. അതാണ് നിലവിൽ ആ പരിചയമാണ് പ്രതിപക്ഷ നേതാവ് എടുത്തണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അണിനിരക്കുകയോ പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്യുകയാണ് മറ്റ് നേതാക്കൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആയുധം എന്നല്ല പറയുന്നത്, ഏറ്റവും വലിയ പരിച എന്നാണ് എനിക്ക് പറയുന്നത്. അതെന്താ കാരണം? ഇത് എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സംസ്ഥാനത്താകെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു ഏകപക്ഷീയ ചിന്ത. 2, UDF തരംഗം കേരളത്തിലാകെ, അതും ഒരു ഏകപക്ഷീയ ചിന്ത. 3, എല്ലാ സീറ്റിലും നമ്മൾ ജയിക്കണം, കുറഞ്ഞ പക്ഷം 100 സീറ്റിലെങ്കിലും ഞങ്ങൾ ജയിക്കണം. ഇതാണല്ലോ ആ ധാരണയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിചയം എടുത്ത് ആദ്യം അണിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ ആധാരമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പോലും ഇതിനു വേണ്ടി അതിശക്തരായ സ്ഥാനാർത്ഥികളെ എന്നാൽ പിന്നെ ഇവർ നിർത്തേണ്ടേ ഇത്രയധികം ചർച്ച നടത്തിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പട്ടിക 2 ഇറക്കിയതിന് ശേഷം സ്ഥാനാർത്ഥികളെ എല്ലാവരും ഘടകകക്ഷികളടക്കം പ്രഖ്യാപിച്ചതിന് ശേഷം ചില മണ്ഡലങ്ങളിലെങ്കിലും ഈ സ്ഥാനാർത്ഥികൾക്ക് അത്ര കണ്ട് സ്വീകാര്യതയുണ്ടോ എന്നതിൽ ഇവർക്ക് തന്നെ ഒരു ആശങ്ക വന്നിരിക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി ഇവർ ഈ തരത്തിലുള്ള ഒരു BJP CPIM ഡീൽ ആരോപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് ഒരു പരിധി വരെയെങ്കിലും മേക്കപ്പ് ചെയ്ത് മാറ്റാം വോട്ടെണ്ണുന്ന സമയത്തെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിലേറ്റവും ചെറിയ ഉദാഹരണം BJP പാലക്കാടേക്ക് വരാം. പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് വലിയ ആദ്യം ദ്വന്ദ്വ മത്സരമാണ് സത്യത്തിൽ അവിടെ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. LDF എല്ലാ തവണയും 3ാം സ്ഥാനത്ത് തന്നെയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് UDF-ഉം BJP-യും തമ്മിലുള്ള NDA-യും തമ്മിലുള്ള മത്സരമാണ് എല്ലാ കാലത്തും കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശക്തരായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഇത്തവണ NDA-ക്ക് മുന്നോട്ട് വെക്കാനുള്ള കേരളത്തിലെ ഏറ്റവും ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഇത്തവണ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനാണ്. അവരാണ് BJP-യെ പാലക്കാട് ജില്ലയിൽ 2ാം സ്ഥാനത്തേക്ക് ആദ്യമായി എത്തിക്കുന്നത്. അവർ മത്സരിച്ച് വോട്ട് ഉയർത്തിയ സ്ഥലമാണ് അവിടെ. അങ്ങനെയാണ് അവർക്ക് അവിടെ ഒരു വോട്ട് ബേസ് തന്നെ ഉയരുന്നത് ഈ ശോഭയുടെ കൂടെയുള്ള എൻട്രി വഴിയാണ്. ആ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കുന്നത് ആരെയാണ്? കോൺഗ്രസ് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു ശക്തനായ പൊളിറ്റിക്കൽ ഫൈറ്റ് നൽകാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ചോദിക്കും, എന്തായാലും ചോദിക്കും. അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അത് അങ്ങനെയുള്ള ഒരു ആലോചന അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, UDF-ൽ തന്നെ. ഇനി ഷാഫിയുടെ പിടിവാശിക്ക് വഴങ്ങി സ്വാഭാവികമായും രമേശ് പിഷാരടി അവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത്രയധികം വലിയ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ K. മുരളീധരനെയായിരുന്നു ആദ്യം അങ്ങോട്ടേക്ക് നിർദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള DCC പ്രസിഡന്റായി A. തങ്കപ്പനെയായിരുന്നു. ഈ 2 പേരുകളും വെട്ടി ഷാഫിയാണ് അങ്ങോട്ട് രമേശ് പിഷാരടിനെ കൊണ്ടുവരുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു കളമുയർത്തുന്ന അവിടെയാണ്. ഇനി എല്ലാ കാലവും ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് LDF 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാനത് സംസാരിച്ചിരുന്നത്. നാണം കെട്ട 3ാം സ്ഥാനം എന്നാണ് LDF-ന് അവിടത്തുള്ള അവരുടെ അനുസരിച്ചുള്ള വികാരം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ തവണയും ഈ ഒരു 3ഓ 4ഓ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പോലും LDF-ന് അവിടെ ഒരു പൊളിറ്റിക്കൽ വോട്ട്, അവരുടെ പൊളിറ്റിക്കൽ വോട്ട് അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കണക്കെടുത്ത് നോക്കാം, വെറുതെ ഗൂഗിളിൽ തിരഞ്ഞാൽ മതി. എല്ലാ തവണയും അവരുടെ വോട്ട് ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ. CPM-ൻ്റെ പൊളിറ്റിക്കൽ വോട്ടുകൾ അവർക്കായി ഉണ്ടാവുന്ന, എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവുമല്ലോ LDF-ൻ്റേതോ UDF-ൻ്റേതായ ഒരു പൊളിറ്റിക്കൽ വോട്ടുകൾ, അവർക്കായുള്ള വോട്ടുകൾ അവിടെ നിലനിർത്തി പോന്നിരുന്നു അവർ. ആ ഘട്ടത്തിലാണ് ഇത്തവണ തദ്ദേശത്തിൽ 2ാം സ്ഥാനത്ത് കൂടി എത്തി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലോ ഊർജ്ജത്തിലോ ആകാം മേ ബി
ഇവർ ഇത്തവണ ഒരു മത്സരത്തിന് LDF പുറപ്പെടുന്നത്. സ്വാഭാവികമായും പൊളിറ്റിക്കൽ വോട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് വോട്ടുകൾ എവിടെ നിന്ന് സമാഹരിക്കുമെന്ന് ഏത് സ്വതന്ത്ര പരീക്ഷണത്തിന് ഇറങ്ങുന്നവർ സ്വാഭാവികമായും ആലോചിക്കുമല്ലോ. അത് തീർച്ചയായും അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളാണ്. ഹർഷൻ പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു പോയേക്കുമോ എന്നുള്ള ഭയം UDFന് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാവുന്നത് ഈ തീരുമാനത്തിലൂടെയാണ്. അവിടെയാണ് NMR റസാക്കിനെ LDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. 40% മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ് പാലക്കാട്. അത് റാവുത്തർ വിഭാഗക്കാർ അവിടെ കൂടുതലായി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുന്ന മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവരെ സംബന്ധിച്ച് NMR റസാക്ക് അവർക്കുള്ളിലുള്ള ഇടയിലുള്ള ഒരാളാണ്. സ്വാഭാവികമായും ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നു എന്നുള്ള ചിന്ത ഉറപ്പായാലും ഈ വോട്ടുകൾ സ്പ്ലിറ്റായാൽ അത് LDFിലേക്ക് ആ വോട്ട് 40% വോട്ട് മുഴുവനായി ഞങ്ങൾ അങ്ങ് എടുത്തു കളയാമെന്നുള്ള വ്യാമോഹം LDFിനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ വോട്ടുകൾ സ്പ്ലിറ്റായാൽ ആദ്യം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് UDFിനെയാണ്, അവരുടെ വിജയത്തിനാണ്. അങ്ങനെയെങ്കിൽ ആർക്കുള്ള നിർദ്ദേശമാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഈ CPIM BJP ഡീൽ? അത് ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്, അവരെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് CPIM BJP ഡീൽ അവിടെ വെച്ചുകൊണ്ട് BJP ഡീൽ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കൂ, കോഷൻ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കത് അനുകൂലമായി പോകും, BJPക്ക് അനുകൂലമായി പോകും. അപ്പോൾ അത് ചെയ്യരുത് എന്നുള്ള ടാക്റ്റിക്കലായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ ഉണ്ടായത്. ഇതാണ് പാലക്കാടിൻ്റെ കേസിൽ. ഇനി റാന്നി കോന്നി എടുത്തു നോക്കൂ. റാന്നി കോന്നിയിൽ പത്തനംതിട്ട എന്നുള്ള സ്ഥലത്ത് 5 മണ്ഡലങ്ങളും LDFിനൊപ്പമാണ് നിലവിൽ നിൽക്കുന്നത്. ആ 5 മണ്ഡലങ്ങളിലും അതിൽ റാന്നിയിലാവട്ടെ കോന്നിയിലാവട്ടെ അതിലാണല്ലോ ഈ ഡീൽ ആരോപണം ഉള്ളത്. ഈ 2 ഇടങ്ങളിലും LDF എന്ന പാർട്ടി അവരുടെ തൽസ്ഥിതി തുടരുകയാണ്. രണ്ടും നിലവിലുള്ള സിറ്റിംഗ് MLAമാരെ തന്നെയാണ് അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അവിടെ 2ാം സ്ഥാനത്ത് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ 2ാം സ്ഥാനത്ത് പോലും BJP ഇല്ല. അവിടെ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് അവിടെ. അപ്പോൾ 2ാം സ്ഥാനത്ത് പോലുള്ള ഒരു പാർട്ടിയെ, അതായത് വിജയിച്ച് നിൽക്കുന്ന പാർട്ടിയാണല്ലോ LDF അവിടെ. ഇപ്പോൾ 2ാം സ്ഥാനത്ത് പോലും ഇല്ലാത്ത BJPയെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു ഡീൽ ഉറപ്പിക്കാൻ LDF ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം ആളുകൾ പരിശോധിക്കില്ലേ? തീർച്ചയായും KU ജനീഷ് കുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ട് വന്ന ആളുകളാണ്. പരാജയപ്പെട്ടിട്ടില്ല, പിന്നോട്ട് പോയിട്ടില്ല. ഇനി അവിടെ ഏറ്റവും കാര്യമായി മത്സരിച്ചിരിക്കുന്നത് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനായിരുന്നു. BJPയുടെ ഏറ്റവും സമ്മതിത നേതാവായിരുന്നു ആ കാലത്ത്. അദ്ദേഹം BJP പ്രസിഡന്റ് കൂടിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മത്സരിച്ച ഏറ്റവും സുവർണാവസര കാലമാണ് NDAക്ക് BJPക്ക് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാലത്തായിരുന്നു അവിടെ KU ജനീഷ് കുമാറിനെതിരെ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. ശബരിമലയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശബരിമല ആര് ഉയർത്തുമെന്നാണ് ചോദിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാതുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ശബരിമല ഉയർത്തിയായിരുന്നു UDFിൻ്റെ ക്യാമ്പയിൻ, അതുപോലെ തന്നെ BJPയുടെ ക്യാമ്പയിൻ. ഈ 2 ക്യാമ്പയിനും, അതായത് ഒരു ജനവിധി വർഗീയമായ രീതിയിൽ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ച ഇവർക്ക് 2 പേർക്കും കനത്ത പ്രഹരമായിരുന്നു പത്തനംതിട്ട എന്ന ജില്ല നൽകിയിരിക്കുന്നത്. അത് ശബരിമലയിരിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട, ശബരിമലയിരിക്കുന്ന മണ്ഡലമാണ് റാന്നി. അപ്പോൾ ഇത് 2ഉം വർക്കാവില്ല. ഇന്ന് വന്നിട്ട് 2020യും ചിലപ്പോൾ അതേ ആലോചനയിൽ തന്നെ ആയിരിക്കും പറയുന്നത് ഞങ്ങൾ ശബരിമലയൊന്നും ഉയർത്തുന്നില്ല. കാരണം അത് വർക്കാവാത്ത, ഇതിനേക്കാൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലെങ്കിലുമാണ്. അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയെന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ, കുറ്റപത്രം സമർപ്പിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ. പക്ഷേ അതിലും വലിയ സുവർണാവസരമായിരുന്നു യുവതീ പ്രവേശനം എന്നുള്ളത്. അത് ഉന്നയിച്ചിട്ട് ഇവരെ 2 പേരെയും അവിടെ നിന്ന് തള്ളിക്കളഞ്ഞ ആളുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അപ്പോൾ അവിടെ LDF തൽസ്ഥിതി തുടരുകയാണ്. അവിടെ എങ്ങനെയാണ് ഒരു ഡീലാരോപണം വർക്കാവുന്നത്? ഇനി തൃശ്ശൂരിലായിക്കോട്ടെ, തൃശ്ശൂരിൽ തദ്ദേശത്തിൻ്റെ കണക്കുകൾ തന്നെ അവർ പരിശോധിക്കൂ. ആർക്കാണ് നേട്ടം ഉണ്ടായിരിക്കുന്നത്? UDFിനാണ്. അത് അവിടെ എഡ്ജ് ഉണ്ടാകുന്നത് തന്നെ രാജൻ ജെ പല്ലനാണ് നിലവിൽ. പത്മജയെ അവിടെ എല്ലാവരും അറിയുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിലെ ഏറ്റവും കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അവർക്ക് കോൺഗ്രസിൽ അത്രയധികം വോട്ട് സമാഹരിക്കാനായിട്ടുണ്ടെങ്കിലും നിലവിൽ അവർ NDA പാളയത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും അത്രയധികം സ്വീകാര്യത അവർക്ക് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ആലോചിക്കുന്നത്. നമുക്ക് സംശയമാണ് ആ കാര്യത്തിൽ. അതിൽ തന്നെ തദ്ദേശത്തിൻ്റെ കണക്കുകളെല്ലാം UDFിന് നിലവിൽ അനുകൂലമായാണ് നിൽക്കുന്നത്. അവിടെ വാർഡുകളെല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു, പകുതിയോളം വാർഡുകൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഈ സാഹചര്യമാണുള്ളത്. അപ്പോഴും എന്തിനാണ് കോൺഗ്രസ്സിന്, അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ്സിനൊരു ഭയം ഉണ്ടാകുന്നു. നിലവിൽ ആ ഭയമാണ് ഈ പരിചയെടുത്ത് അണിയാനുള്ള അവരുടെ ഒരു മോട്ടീവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ പ്രതിരോധ ഗിയർ അത്ര കണ്ട് വർക്കാവുമോ എന്നറിയില്ല. അത് മാറ്റി ടോപ്പ് ഗിയറിൽ മറ്റ് വിഷനുകളുമായി, കേരളത്തോടുള്ള വിഷനുകളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നന്നായി ഗുണം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി തോൽവി തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഈ പ്രതിരോധത്തിന് മുതിരുന്നത് എങ്കിൽ ആളുകൾ അങ്ങനെ എടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ന്യായമായ സംശയം. ഇതിപ്പോൾ പരാജയ ഭീതിയുള്ള സീറ്റുകളാണ് ഈ എണ്ണി പറയുന്നത് എന്നുള്ളൊരു തോന്നലിലേക്ക്
ആളുകൾ വരില്ലേ എന്നുള്ള ചിന്തയാണ് എനിക്ക് ശരിക്കും ഉണ്ടായത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഡീൽ ആരോപണത്തിൽ തളച്ചിടുക എന്നത് UDF തന്ത്രമാണ്. UDF പൊളിറ്റിക്കൽ ഫൈറ്റിന് നിൽക്കാത്ത പാലക്കാട് സീറ്റിനെ ചൊല്ലിയാണ് VD സതീശൻ ഈ ആരോപണം ആദ്യം ഉതിർത്തിട്ടത്. പിന്നാലെ 5 മണ്ഡലങ്ങളുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടെങ്കിലും സംയുക്തമായി അത് സാധൂകരിക്കാൻ സാധിച്ചിട്ടില്ല. ഘടകകക്ഷികൾക്ക് BJP കൊടുത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാട്ടി ഡീൽ ആരോപണം ഉന്നയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതായത് NDAയുടെ ആന്തരിക ദൗർബല്യത്തിന്റെ പാപഭാരം LDFിനു മേൽ വെക്കാനാണ് UDF ശ്രമം. ന്യൂനപക്ഷ വോട്ടുകളാണ് UDFിന്റെ ഉന്നം എന്നതും സുവ്യക്തം. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും പ്രയോഗിച്ച ഈ തന്ത്രം ഇത്തവണ വിലപ്പോവുമോ എന്ന് കണ്ടറിയണം.